ഇതുപോലെ ചുവന്ന തിരുവല്ല എന്നുള്ള ഒരു പേജ് ഇപ്പോൾ പോസ്റ്റർ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇത് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് വിരുദ്ധരായിട്ടുള്ളതാണ്. പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, പാർട്ടിക്കകത്തൊന്നൊരു ഇതുണ്ടാകത്തില്ല. പാർട്ടിക്കകത്തുകൊണ്ടാണെങ്കിൽ ഞാൻ തിരിച്ചു വരത്തില്ലല്ലോ. കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ സ്ത്രീക്ക് പരാതി ഇല്ല, അതിൻ്റെ നടപടി എങ്ങനെയായിരിക്കും? എനിക്ക് അനുകൂലമായിട്ട് കാരണം ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാറില്ലല്ലോ. എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആ സമയത്ത് ജാമ്യം കിട്ടിയാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. കാരണം ആ സ്ത്രീയുടെ ഹൈക്കോടതിയിലുള്ള മൊഴി അനുസരിച്ചാണ് എനിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ പരാതി ഇല്ലെന്നുള്ളത് തന്നെയല്ലേ വരുന്നത്. അല്ലാതെ DNA മാറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പ് പറഞ്ഞു. ഞാൻ DNA മാറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയൊരു ഗൂഢാലോചനയാണ് ഈ DNA മാറ്റിയെന്ന് പറയുന്നത്. കാരണം DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുലായിശ്ശേരി ചെല്ലുമ്പം എനിക്ക് OP ടിക്കറ്റ് എടുത്തിട്ടില്ല. OP ടിക്കറ്റ് എടുക്കാതെ OP ടിക്കറ്റ് RMA കാണുന്നു. എൻ്റെ കൂടെ വന്ന പോലീസ് ഓഫീസർ ഉൾപ്പെടെ RMA കാണുന്നു. എൻ്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നു. അവിടെ കാല് മുറിഞ്ഞ് വന്നിരുന്ന ഒരു മാർബിൾ പണിക്കാരൻ്റെ OP ടിക്കറ്റിൻ്റെ പുറത്ത് എൻ്റെ ബ്ലഡ് എടുത്ത് വെക്കുന്നു. സുമേഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ബ്ലഡ് OP ടിക്കറ്റിൻ്റെ പുറത്താണ് വെക്കുന്നത്. ആ ബ്ലഡ് സാമ്പിളിൻ്റെ പുറത്ത് ആണ് എൻ്റെ പേരിന് പകരം സുമേഷ് എന്ന് പേരെഴുതി വെക്കുന്നു. അങ്ങനെ ബ്ലഡ് സാമ്പിൾ മാറ്റാണെങ്കിൽ ആ ബ്ലഡ് സാമ്പിളിൻ്റെ പുറത്ത് മറ്റൊരാളുടെ ബ്ലഡ് സാമ്പിളിൻ്റെ പുറത്ത് എൻ്റെ പേരിൽ എഴുതേണ്ടത്. ആ ബ്ലഡ് സാമ്പിളുമായിട്ട് പോകുന്ന പോലീസ് ഓഫീസർ പോലും ഇത് നോക്കുന്നില്ല. കാരണം 6 പേരാണെന്നുള്ളത്. അതിനകത്ത് സുമേഷ് എന്ന് ബ്ലഡ് സാമ്പിളിൻ്റെ പുറത്ത് എഴുതി വെക്കുന്നു. ആ ബ്ലഡ് സാമ്പിളാണ് കൊണ്ടുപോയത്. അതാണ് ഇവർ ഇപ്പം ചാനലുകൾക്ക് CPM കുറിച്ച് എന്ത് വാർത്ത കിട്ടിയാലും അവർ ശക്തമായി കൊടുക്കുമെന്ന് എനിക്കറിയാം. അതാണ് ഈ വന്ന വാർത്ത. കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ട് തന്നെ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. DNA മാറ്റി പോസ്റ്റർ പതിച്ചത് പാർട്ടിക്ക് വിരുദ്ധരായിട്ടുള്ള, പാർട്ടിയെ ഇല്ലാതാക്കാൻ നടത്തിക്കൊണ്ട്. എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചുമന്ന തിരുവല്ലയ്ക്ക് അതൊരു വാർത്ത വന്നു. തോമസ് ഐസക്ക് ഞാനിരിക്കുന്നൊരു ഒരു പോസ്റ്ററുണ്ട്. അതെടുത്തിട്ടിട്ട് എന്നെ മുൻനിർത്തി നടത്തിയ പ്രചരണത്തിൻ്റെ ഫലമാണ് തോമസ് ഐസക്ക് തോക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ ചുമത്രയാണ്. അവിടെ ചുമത്രയെ ബന്ധപ്പെട്ട് 4 പോളിംഗ് ബൂത്തുണ്ട്. ഈ 4 പോളിംഗ് ബൂത്തിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് തിരുവല്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ട് അവിടെ മാത്രമേ ഉള്ളൂ. ഈ തിരുവല്ല താലൂക്ക്, തിരുവല്ല മുനിസിപ്പാലിറ്റി വേറെ എങ്ങും ഭൂരിപക്ഷമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. ഇന്നലെ യോഗത്തിൽ ഞാൻ അകത്തോട് കയറിയിട്ടില്ല. ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. ഞാൻ കയറിയിട്ടില്ല. അപ്പം ഏരിയ സെക്രട്ടറി പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ അപ്പുറത്ത് റൂമിൽ മാറിയിരുന്നു. അത് കഴിഞ്ഞ് അവർ തീരുമാനമെടുത്തു.